മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നമ്മുടെ തീരദേശം ഇന്ന് വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർന്നുകൊണ്ടിരിക്കുന്നു. വർക്കല മുതൽ ബേക്കൽ വരെ കേരളത്തിലെ കടൽ തീരങ്ങൾ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ അത്തരമൊരു യാത്രയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കടൽ തീരത്ത് ആമകളെ കണ്ടിട്ടുണ്ടോ? അതും കടലാമകളെ? സാധ്യത കുറവായിരിക്കും അല്ലേ? കാരണം നമ്മുടെ തീരങ്ങളിൽ ആമകൾ വളരെ കുറവാണ്. കോവാളിപ്പാലം, ചാവക്കാട്, തോട്ടപ്പള്ളി, നീലേശ്വരം എന്നിവിടങ്ങളിലാണ് പ്രധാനമായി ആമകളെ കാണാറുള്ളത്. അതും ഒരു വർഷത്തിൽ ശരാശരി 8 മുതൽ 15 വരെ ആമക്കൂടുകൾ മാത്രമാണ്. അതായത് കേരളത്തിലെ 590 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന തീരദേശത്ത് പരിമിതമായ ഇടങ്ങളിൽ അപൂർവമായി മാത്രമാണ് ആമകൾ മുട്ടയിടാൻ കൂടുണ്ടാക്കുന്നത്. അവിടെയെല്ലാം കടലാമ സംരക്ഷണ കേന്ദ്രങ്ങൾ പ്രാദേശികമായി പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ കടലാമ പരിപാലനത്തിന് കേന്ദ്രം പറയുന്നത് പോലെ ഒരു പദ്ധതി കേരളത്തിൽ വരികയാണെങ്കിൽ ഈ കടലാമ മുട്ടയിടാൻ എത്തുന്ന തീരങ്ങൾ മാത്രമല്ല, അതിന് സാധ്യതയുള്ള ഇടങ്ങളും സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കും. ഇതിലൊരു അപകടമുണ്ട്. നിലവിൽ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കടലാമകൾക്ക് കടുവകൾക്ക് തുല്യമായ സംരക്ഷണമാണ് ഇന്ത്യയിൽ നൽകുന്നത്. അങ്ങനെ ഒരു സംരക്ഷിത മേഖല, അത് കാടായാലും കടലായാലും, അവിടെ പല നിയന്ത്രണങ്ങൾ രൂപപ്പെടും. അത് നേരിട്ട് ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയുമാകും. കടൽക്ഷോഭം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് തീരദേശ മേഖലകൾ കേരളത്തിലുണ്ട്. അവിടെയും ആമ സംരക്ഷണമാണ് പ്രധാനമെങ്കിൽ കടൽ ഭിത്തിയോ പുലിമുട്ടോ സ്ഥാപിക്കാനാകില്ല. എല്ലാ തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിക്കും. കാരണം ആമകൾക്ക് അവിടെ മുട്ടയിടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആമകളുടെ വ്യവഹാരം നടക്കുന്ന ഇടങ്ങളിൽ മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിക്കും. ആമകൾ മുട്ടയിടുന്ന സമയത്തും കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയത്തും ആളുകൾ കൂട്ടമായി തീരത്തിറങ്ങുന്നത് തടയും. ശബ്ദവും ബഹളവും ആമകളുടെ സ്വാഭാവിക പ്രജനനത്തെ ബാധിക്കുമെന്നതുകൊണ്ട് കടൽ തീരത്ത് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതായത് കടലാമ സംരക്ഷണത്തിലൂടെ ടൂറിസത്തിന് സാധ്യതയേ ഇല്ല. ഇതെല്ലാം മത്സ്യബന്ധനത്തെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും സാരമായി ബാധിക്കുന്നതോടെ വലിയ തോതിലുള്ള സംഘർഷങ്ങളും തർക്കങ്ങളും ഉടലെടുക്കും. അതുകൊണ്ട് തന്നെ ആമ പരിപാലനം കേരളത്തിനെതിരാണ്. തീരദേശ വികസനത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ പദ്ധതി.